നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ കടുത്ത ആക്രമണമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമ്മളതെല്ലാം ചെറുത്തിട്ടു എന്ന് തന്നെ പറയണം. എന്തായാലും ഇന്നത്തെ ഒരു പകൽ നോക്കുകയാണെങ്കിൽ IPL മത്സരങ്ങളൊക്കെ റദ്ദാക്കി എന്നതിനുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് വ്യാജ വാർത്തകൾ. അതായത് വ്യാജ വാർത്തകൾ എന്താ പറയുക, ഇങ്ങനെ പരക്കരുത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കരുത് എന്ന് പല ന്യൂസ് മീഡിയാസിനോടും അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോടും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രം. എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കുറേയധികം അക്കൗണ്ട്സൊക്കെ പൂട്ടിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം വ്യാജമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അക്കൗണ്ട്സിൽ കാണാൻ സാധിക്കും. അതൊക്കെ വെച്ചായിരിക്കാം പല ന്യൂസ് മീഡിയാസും റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള വ്യാജ റിപ്പോർട്ടുകൾ നൽകരുതെന്ന്. സോ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾക്കും നല്ലൊരു അവസ്ഥ ഉണ്ടാക്കുന്നൊരു സാഹചര്യമല്ല. എന്തായാലും എത്രയും പെട്ടെന്ന് പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒരു ചർച്ചകൾ നടത്തി ഇതൊക്കെ ശരിയാക്കി മുന്നോട്ട് പോകട്ടെ എന്നാണ്. എന്തായാലും IPL വരെ റദ്ദാക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം 2 മാസം IPL എന്ന് പറയുന്നത്. സോ അതാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും യുദ്ധമാണ്. യുദ്ധസമയത്ത് IPL അല്ലെങ്കിൽ ക്രിക്കറ്റുകൾ ഓടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം കുറേയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സമയത്ത് നമ്മളിവിടെ ക്രിക്കറ്റ് കണ്ട് സൂചിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും അതും റദ്ദാക്കി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ വാർത്ത പരത്തരുത് എന്നുള്ളൊരു വലിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വലിയ നിർദ്ദേശം തന്നെ ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. സോ എന്തായാലും എല്ലാ മീഡിയസും മലയാളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ മീഡിയസും ചാനൽസും എല്ലാം സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത്.